ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതേ വീണ്ടും ഒരു ബിരിയാണി റെസിപ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിവിടെ 1 കിലോ ചിക്കനും 1 കിലോ റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത്, ബസുമതി റൈസ്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഹൈദരാബാദി ബിരിയാണി മസാലയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 പച്ചമുളക് ചതച്ചതും ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് കർഡ്, നല്ല കട്ട തൈര് തന്നെ ചേർക്കണം കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് 1 നാരങ്ങേൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 വലിയ ഉള്ളി ഫ്രൈ ചെയ്തതാണ്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കൈപ്പിടി മല്ലിയിലയും 1 കൈപ്പിടി പുതിന ഇലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിന് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ചിക്കനിലൊക്കെ ഈ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഒരു 3 ഹവേഴ്സെങ്കിലും വെയിറ്റ് ചെയ്യാൻ വെക്കണം. ഇനി അത്രയും ടൈമില്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ അരി ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത്. ആ വെള്ളത്തിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ആയ കരയാമ്പൂ, അതുപോലെ ബേ ലീഫ്, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ഹൈദരാബാദി ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പും അതുപോലെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ബസുമതി റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ വേറൊരു ബിരിയാണി പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനാണ് കേട്ടോ ബിരിയാണി പോട്ടിലോട്ട് മാറ്റിയിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ പകുതി വേവായിട്ടുള്ള റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. റൈസ് മുഴുവനും വേവിക്കരുത്, പകുതി വേവേ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആ റൈസിലോട്ട് ഇതുപോലെ ഓറഞ്ച് ഫുഡ് കളർ ചേർത്തുന്നുണ്ട്. നമ്മളെ ഈ ഹൈദരാബാദി ബിരിയാണിയിൽ ഇതുപോലെ ഓറഞ്ച് കളർ നമ്മൾ കാണാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നോർമലി ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ നമ്മൾ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ദം ചെയ്യണം. അതായത് പഴയ തവ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റേത് ദമ്മായി വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് റൈസൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈദരാബാദി ബിരിയാണി മസാലേൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ ബൈ.